ഹലോ പ്രിയപ്പെട്ട മച്ചാന്മാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മറ്റൊരു അടിപൊളി വൈബ് പ്ലേസിലാണ്. അതും മറ്റെങ്ങുമല്ല, പന്തളത്തുള്ള മാവരപ്പാറയിലാണ്. അതിൻ്റെ താഴെ നിന്നുള്ളൊരു ദൃശ്യഭംഗിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സൈഡ് വ്യൂ ആണ്. ലാലേട്ടൻ പറയുകയുണ്ടായി, ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പം കൂടുമെന്ന്. ഉയരമുള്ള പ്രദേശത്ത് ചായ കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. വന്നപ്പോഴാണ് അറിഞ്ഞ് ഇവിടെ ചായ കിട്ടില്ലെന്ന്. ആർക്കെങ്കിലും ചായ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഫ്ലാസ്ക് ചായയുമായി വന്നു കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച് ചായ കുടിക്കാവുന്നതാണ്. പിന്നെ അടുത്ത ലക്ഷ്യം ഈ പാറയുടെ മുകളിൽ എങ്ങനെ കയറാം എന്നുള്ളതായിരുന്നു. ഈ കാണുന്ന ചെറിയ ഇടവഴിയാണ് പാറയുടെ മുകളിലേക്ക് പോകാനുള്ള വഴി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഇതേപോലെ ബ്യൂട്ടിഫുൾ ഹിഡൻ പ്ലേസുകൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ വളരെ താങ്ക്സ്ഫുള്ളായിരിക്കും. ഇവിടെ നിന്ന് നോക്കിയാൽ പാറയുടെ പുറത്തു നിന്ന് മേഘങ്ങൾ കയ്യെത്തിപ്പിടിക്കാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് അതിമോഹമാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. താഴേക്ക് നോക്കുമ്പോൾ കണ്ണിന് കുളിർമ പകരുന്ന ദൃശ്യഭംഗിയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു പാറക്കുളവും അതിനപ്പുറത്ത് വിശാലമായൊരു പാടശേഖരമാണ് കാണാനുള്ളത്. ഈ പാറക്കുളത്ത് നിറയെ മീനുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രണ്ടളിയന്മാരിന്ന് ശക്തമായ മീൻപിടുത്തമാണ്. പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. കിട്ടട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ പിന്നെയും മുൻപോട്ട് നടന്നു. ഞങ്ങളുടെ ആഗ്രഹം ആ പാറയുടെ പുറത്ത് കയറുക എന്നുള്ളതായിരുന്നു. ദൃശ്യഭംഗി ആവോളം ആസ്വദിച്ച് പിന്നെയും നടന്നു നീങ്ങി. പാതയുടെ ഇരു സൈഡുകളിലും ഹരിതനിബിഡമായ പുൽത്തകിടികളെ തട്ടിത്തലോടിക്കൊണ്ട് മന്ദമാരുതനൊപ്പം പിന്നെയും മുൻപോട്ട് കുതിച്ചു. ഈ പാതയുടെ ഇരു സൈഡിലും അഗാധമായ ഗർത്തങ്ങളുള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് വേണം മുൻപോട്ട് നടക്കുവാൻ. ഞങ്ങൾക്ക് മുൻപേ ആരോ 2 പേർ ആ പാറയുടെ പുറത്ത് ഉണ്ടായിരുന്നു. പാറയുടെ ഇരു സൈഡിലെയും കുളങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ നന്ദിയെ രേഖപ്പെടുത്തുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി ഞങ്ങൾ കടന്നു വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ വലിയ പാറയുടെ അടുത്ത് എത്താറായി. കൈവരികളൊന്നുമില്ലാത്തതുകൊണ്ട് ആ പാറയുടെ പുറത്ത് കയറുന്നത് വളരെ റിസ്ക് ടാസ്ക്കാണ്. സന്ധ്യയാകുമ്പോഴത്തേക്ക് ഈ സ്ഥലമൊക്കെ കോടമഞ്ഞ് കൊണ്ട് മൂടുമെന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഈ കാണുന്നതാണ് പാറയുടെ പുറത്തുള്ള ദൃശ്യഭംഗി. അവിടെ ശക്തമായ കാറ്റായതുകൊണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സൈനിങ് ഔട്ട്, സാംജി ആൻഡ് ജിജോ.